ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്, ബനാന റോൾസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തത് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചോപ്പ്ഡ് ചെറീസ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം, എന്നാൽ നന്നായിട്ട് അങ്ങോട്ട് കളർ മാറേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇത് 2 നേന്ത്രപ്പഴം നന്നായി പഴുത്തതാണ് കേട്ടോ വേണ്ടത്. ഇത് ചെറിയ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. മുറിഞ്ഞു പോവാതെ നോക്കണേ, വളരെ തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കണം. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ബാക്കി കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് ഇതിൻ്റെ ഓരോ സ്ലൈസിലും നിരത്തിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ മതി, പൊട്ടിപ്പോവുന്നില്ല. ഇനി ബാക്കി കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന റോൾസാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊന്നും ഇതിൽ ചേർക്കുന്നില്ല, നമ്മൾ ബനാന വെച്ചിട്ട് തന്നെയാണിത് റോളാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബനാന സ്ലൈസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ്, വീൽസാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല അതിൽ ആ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത കാരണം വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളതാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ.